ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT-KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2026 ജനുവരി മാസം 1-ാം തീയതി, അതായത് 1201 ആണ്ട് ധനുമാസം 17-ാം തീയതി വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിൽ ആരംഭിക്കുന്നു. ജനുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിച്ച ശേഷം ഫലങ്ങളിലേക്ക് കടക്കാം. മിഥുനത്തിൽ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും, ധനുവിൽ സൂര്യനും കുജനും ബുധനും ശുക്രനും, കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ്. ജനുവരി 13-ാം തീയതി ശുക്രൻ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്കും, ജനുവരി 14-ന് സൂര്യനും, അതുപോലെ ജനുവരി 16-ന് കുജനും, ജനുവരി 17-ന് ബുധനും ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് സംക്രമിക്കപ്പെടും. ഈ ഗ്രഹസ്ഥിതികളും മാറ്റങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് ജനുവരി മാസം ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങൾ വിശദീകരിച്ച് പറയാം. മിഥുനൻ രാശിയിലുള്ള മകീരം 3-4 പാദം, തിരുവാതിര, പുണർത്തത്തിൻ്റെ 1-2-3 പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ബിസിനസ് രംഗമൊക്കെ വിപുലപ്പെടുത്തിയെടുക്കുകയും പലവിധ നേട്ടങ്ങളുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധമൊക്കെ നടന്നു കിട്ടും. സന്താന ഭാഗ്യത്തിനും അനുയോജ്യമായ സമയം തന്നെയാണ്. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. സന്താനങ്ങളുടെ ഗുണാനുഭവങ്ങൾ വഴി സന്തോഷങ്ങളൊക്കെ വന്നു ചേരും. വരവും ചെലവും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു മാസമാണ്. സ്ത്രീകളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും സ്ത്രീകൾ നിമിത്തം അപമാനമുണ്ടാകാനുമുള്ള ഇടയുണ്ട്. പ്രത്യേകം സൂക്ഷിക്കുക. കർമ്മരംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസതയും ഏകാഗ്രത കുറവും ഉണ്ടാകും. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകും. രോഗാരിഷ്ടതകൾക്ക് ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം. അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. പിതാവ് നിമിത്തവും പിതൃകുടുംബത്തിലുള്ളവരുമായും ചില മനപ്രയാസമുണ്ടാകാനുള്ള ഇടയുണ്ട്. പൊതുപ്രവർത്തകർക്കും കക്ഷിരാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരമൊക്കെ ലഭിക്കും. ഉദരരോഗം, ഹൃദ്രോഗം, വാതരോഗമൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ്. പൊതുവെ ഈ മാസത്തിൻ്റെ 2-ാം പകുതി അത്ര അനുകൂലമല്ല. ദോഷപരിഹാരത്തിനായി ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. നവഗ്രഹ പ്രീതിയൊക്കെ വരുത്തുക മൂലം ദോഷശമനം ഉണ്ടാകുന്നതാണ്. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.